Hi, I'm from Master Electronics. Solar in the materials, panel reason. This is Microtech in 100 kilowatt. ഹായ് സുഹൃത്തുക്കളെ, അങ്കമാലിയിൽ നടന്ന കൃപ ഗ്രീൻ പവർ എക്സ്പോ 2024 എന്ന ആ ഒരു എക്സ്പോയുടെ ഭാഗമായിട്ടുള്ള പല വീഡിയോകളാണ് എൻ്റെ ഈ ചാനലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് പാർട്ട് 8 അപ്പോൾ ഇന്നിവിടെ നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ പല സ്റ്റാളിൻ്റെയും പോകുന്നുണ്ട്. ആ സ്റ്റാളിലൊക്കെ പോയിട്ട് അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് തിരക്കുന്നത്. ഇന്നിവിടെ നമ്മൾ എത്തിയിരിക്കുന്നത് റോസ് സോളാർ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് കോട്ടയം എന്ന് പറയുന്ന ആ ഒരു ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ സ്റ്റാളിലാണ്. അപ്പോൾ ഇവിടെ അവർ ഒരുപാട് കമ്പനികളുടെയൊക്കെ ഇൻവെർട്ടറുകളും ഓൺ ഗ്രിഡ് ഇൻവെർട്ടറുകൾ, ലിഥിയം ബാറ്ററി, സോളാർ പാനൽ ഇതൊക്കെയാണ് അവരിവിടെ ഷോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ അവർ ഷോ ചെയ്തിരിക്കുന്ന ആ ഒരു ബ്രാൻഡുകളൊക്കെ നോക്കാം. ഈസ്റ്റ്മാൻ്റെ ആ ഒരു ബ്രാൻഡ് അവരിവിടെ ഉണ്ട്, UTL ഉണ്ട്, മൈക്രോടെക്, അതുപോലെ തന്നെ ഡെയ്ഡ് ഇൻവെർട്ടർ, ആശ പവറിൻ്റെ MBPT, അതുപോലെ തന്നെ UTLൻ്റെ 3 കിലോവാട്ടിൻ്റെ ലിഥിയം ബാറ്ററിയൊക്കെ കപ്പാസിറ്റികൾ, അതായത് ലിഥിയം ബാറ്ററി നമുക്ക് കൊടുക്കാവുന്ന രീതിയിലുള്ള ആ ഒരു മോഡൽ ലിഥിയം ബാറ്ററിയുടെ ഇതുണ്ട്, പാക്കറ്റുണ്ട്. അതുപോലെ തന്നെ 1 kW ലിഥിയം ബാറ്ററിയും കൊടുക്കാനുള്ള ആ ഒരു ഓപ്ഷനുള്ള ഇൻവെർട്ടർ, ആശ പവറിൻ്റെ ഇൻവെർട്ടറുണ്ട്. അപ്പോൾ അങ്ങനെ ഇൻവെർട്ടറുകളൊക്കെ ഒരുപാട് ബ്രാൻഡുകൾ അവരിവിടെ ഷോ ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ കയ്യിലുള്ള ബ്രാൻഡിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് അവരിവിടെ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് സോളാർ പാനലിൻ്റെയും കാര്യങ്ങളൊക്കെ അവരോട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അവരുടെ സ്റ്റാളിനകത്തേക്ക് കയറി നോക്കുമ്പോൾ കാണാമെന്ന് പറഞ്ഞാൽ പല കമ്പനികളുടേതായിട്ടുള്ള DCR, നോൺ DCR അങ്ങനെയുള്ള പാനലിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് അവരിവിടെ ഷോ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പകൽ എന്ന് പറയുന്ന കമ്പനിയുടെ DCR ഉണ്ട്, നോൺ DCR പാനൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ മൈക്രോടെക്കിൻ്റെ 2 ടൈപ്പ് പാനലുകളുമുണ്ട്, ഗൗതമിൻ്റെ പാനൽ. അപ്പോൾ ഇത് ബൈഫേഷ്യലാണ് ഇപ്പോൾ ഇവരിവിടെ കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ടോപ്പ് കോൺ പാനലും അവരുടെ അവൈലബിൾ ആണെന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽസ് അവരവിടെ കാണിക്കുന്നുണ്ട്. അദാനിയുണ്ട്, വാരിയുണ്ട്, വാരിയുടെയും DCR, നോൺ DCR ബൈഫേഷ്യലുണ്ട്. അതുപോലെ തന്നെ UTLൻ്റെ DCR, നോൺ DCR ഉണ്ട്, ബൈഫേഷ്യൽ, ടോപ്പ് കോൺ. അതുപോലെ തന്നെ വിക്രമിൻ്റെയും DCR, നോൺ DCR, അദാനിയുടെ പാനൽ. അങ്ങനെ ഒരുപാട് കമ്പനികളുടെ സോളാർ പാനൽ ഇവരുടെ ഉണ്ടെന്ന് അവർ ഷോ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ അടുത്ത സ്റ്റാളിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇനി അടുത്ത ഒരു സ്റ്റാൾ നോക്കുമ്പോൾ V-Guardൻ്റെ ഒരു സോളാർ പാനലൊക്കെ അവിടെ ഷോ ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് V-Guardനെ കുറിച്ച് കൂടുതലൊന്ന് ചോദിക്കാം. അപ്പോൾ അതുപോലെ തന്നെ V-Guardൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് മനസ്സിലാക്കാം. അവരുടെ കയ്യിൽ ഈ ഒരു മാസ്റ്റർ ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞ ഒരു ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ കയ്യിൽ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം. കാരണം അവരുടെ കയ്യിലും കുറേയധികം സാധനങ്ങളും കണക്ടറും അതുപോലെ തന്നെ ഇൻവെർട്ടറും കാര്യങ്ങളൊക്കെ അവരുടെ കയ്യിലും കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്ക് ഇവരുടെ സ്റ്റാഫിനോട് തന്നെ ഇതൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം ഈ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. Hi, I'm from Master Electronics. Solar in the materials, panels, panel reason, അതുപോലെ തന്നെ റിന്യൂവൽസ്, then അദാനി ഇതെല്ലാം ചെയ്യുന്നുണ്ട്. ഇൻവേർട്ടേഴ്സ്, ഓൺ ഗ്രിഡ് ഇൻവേർട്ടേഴ്സ് ഫസ്റ്റ് വന്നിട്ട് V-Guard, ദെൻ നമ്മൾ മൈക്രോടെക്, ദെൻ LiveGuard, ഗ്രോവാട്ട്, ഡെയ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനും നമുക്ക് സെപ്പറേറ്റ് വാറണ്ടി ആണ് വരുന്നത്, സെപ്പറേറ്റ് ഇയേഴ്സ് ആയിരിക്കും വരിക. മെയിൻലി നമ്മൾ V-Guardൻ്റെ ഈ സെക്ഷനിൽ വന്നിട്ട് നമുക്ക് കണക്ടേഴ്സ്, സോ മെനി കണക്ടേഴ്സ് ഉണ്ട്. അതിൽ നമുക്ക് പലതരം യൂസേജിന് പല പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്ന കണക്ടേഴ്സ്, പിന്നെ വന്നിട്ട് DBs ആണ് കാണുന്നത്. ഇതെല്ലാം V-Guardൻ്റെ SPD, MCB ഫുൾ V-Guard പോളികാർബണേറ്റ് ബോക്സിൽ ചെയ്യുന്നതാണ് നമ്മളിത്. ഇതിൽ യൂസ് ചെയ്യുന്ന SPDs, MCBs ഒക്കെയാണ്. V-Guard ആണ് നമ്മൾ ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇതിൽ വന്നിട്ട് നമുക്ക് 3 കിലോവാട്ട്, 5 കിലോവാട്ട് ആൻഡ് എബോവ് വന്നിട്ടുള്ള DB സെക്ഷൻ ആണ്. ഇതിൽ ഫുൾ V-Guard ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. SPDs, അതുപോലെ MCB, ഫ്യൂസ് വിത്ത് ഇൻഡിക്കേറ്റർ എല്ലാം അടക്കമുള്ള DB നമ്മളിവിടെ സെറ്റാണ്. പിന്നെ നമ്മളുടെ ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്ന മെറ്റീരിയൽസ്, മീറ്റേഴ്സ്, പിന്നെ വന്നിട്ട് മീറ്റർ ബോക്സ്. ഇത് നമ്മുടെ റേസറിന്റെ പാനൽ, റേസറിന്റെ DCR, നോൺ DCR ഒക്കെ അവൈലബിൾ ആണ്. ഇത് 560. ഇത് റിന്യൂവൽസിന്റെ ആണ്, ടോപ്പ് കോൺ ആണ്, നോൺ DCR ആണ്. ഇത് 600 വാട്ട്സ്, 600 650 റേഞ്ചിൽ.
ഇനി അടുത്ത നമുക്കുള്ളത് എന്തൊക്കെയാണ്? പിന്നെ നമ്മുടെ ഇൻവെർട്ടേഴ്സ്, ഇത് ഡെയിൻ്റെ ഇൻവെർട്ടർ ആണ്. ലീവ് ഗാർഡ് ഉണ്ട്, വി ഗാർഡ്. പിന്നെ ഇത് 100 കിലോവാട്ടിന്റെ, ഇത് വന്നിട്ട് 3 കിലോവാട്ടിൻ്റെതാണ്. വി ഗാർഡിന്റെ അത്രയും വരുന്നതാണ്. ഇത് മൈക്രോടെക്കിന്റെ 100 കിലോവാട്ട്. അപ്പം നമ്മളങ്ങനെ ഈ മാസ്റ്റേഴ്സ് ഇലക്ട്രോണിക്സിൻ്റെ ആ ഒരു ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ കയ്യിൽ നിന്ന് 100 കിലോ വാട്ടിൻ്റെ മൈക്രോടെക്കിൻ്റെ ഓൺ ഗ്രിഡ് ഇൻവെർട്ടർ കാണാനായിട്ടും അതിൻ്റെ സ്ട്രിങ് എത്ര ഉണ്ട് കണ്ട്, അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് കാണാനായിട്ട് സാധിച്ചു. അപ്പോൾ അത്യാവശ്യം വലുപ്പമൊക്കെ ഉണ്ട് കേട്ടോ. 100 കിലോ വാട്ട് എന്ന് പറയുമ്പോൾ തന്നെ അത്യാവശ്യം കപ്പാസിറ്റി വേണം. അതിൻ്റേതായ ഉള്ളിൽ അതിൻ്റെ ആ മെഷീനും കാര്യങ്ങളൊക്കെ അതിനകത്ത് തന്നെ കാണും. അത്രയും വലുപ്പമുണ്ട് അതിന്. അപ്പോൾ അതിൻ്റെ സൈഡിൽ അതിൻ്റെ സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുവാനും, അതായത് 100 കിലോ വാട്ടിൻ്റെ ആ ഒരു എത്ര പാനലാണ്, എത്ര VOC ആണ് എന്നൊക്കെ കണ്ട് നോക്കി മനസ്സിലാക്കാനും ആവശ്യമുള്ളവർക്ക് അതിൻ്റെ സ്പെക്ക് നോക്കിയാലും മനസ്സിലാവും. അപ്പോൾ അങ്ങനെ എന്തായാലും ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ്റെ കയ്യിൽ നിന്ന് 100 കിലോ വാട്ടിൻ്റെ മൈക്രോടെക്കിൻ്റെ ഇൻവെർട്ടർ കാണാനായിട്ട് സാധിച്ചു. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു സ്റ്റാളിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു വെറൈറ്റി ആയിട്ടുള്ള 3D ഒരു പ്രിൻറ്റിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊരു കമ്പ്യൂട്ടറൈസ്ഡായിട്ടുള്ള എന്തൊക്കെയോ ഒരു പദ്ധതിയാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ അവരുടെ ഡിസ്ട്രിബ്യൂഷൻ്റെ പേരും കാര്യങ്ങളുമൊക്കെ. അതുപോലെ തന്നെ അവരുടെ ആ ഒരു ഡിസ്പ്ലേയിൽ അവിടെ കുറേ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, എന്താണ് ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാൻ ആദ്യം അവിടെ ചെല്ലുന്ന സമയത്ത് ഇത് നോക്കിയപ്പോൾ അവിടെ അതിൻ്റെ ഈ ഒരു ഗ്ലാസ് കൂടുതൽ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് മനസ്സിലായി കുറേ ടൈം എടുക്കും ഇതിൻ്റെ പദ്ധതി തുടങ്ങാനായിട്ട്. അങ്ങനെ ഞാൻ തിരിച്ചു വന്നപ്പോഴാണ് വീണ്ടും ഇവിടെ ഇങ്ങനെ ഒരു പ്രിൻറ്റിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്ത് മെറ്റീരിയലാണെന്ന് എനിക്കറിയത്തില്ല, എന്നാലും ഒരു പ്രത്യേക മെറ്റീരിയലിൽ എന്തോ ഒരു ഡിസൈനിങ് അവിടെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വർക്ക് തീരാനായിട്ട് സമയമെടുക്കും. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റാളിലേക്ക് പോകുമ്പോൾ അവിടെ ഹൈബ്രിഡിൻ്റെ ഇൻവെർട്ടറുകൾ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഹൈബ്രിഡ് ഇൻവെർട്ടർ കണ്ടപ്പം അതിൻ്റെ ബ്രാൻഡ് ചെയ്ത് നോക്കി, ഫോം പവർ എന്നാണ് അതിൻ്റെ ബ്രാൻഡിൻ്റെ പേര്. 2 ടൈപ്പ് അവിടെ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് 10 കിലോ വാട്ടും ഒരു 5 കിലോ വാട്ടും. അപ്പോൾ അത് 2 കണ്ടു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് 2 മനസ്സിലാക്കാനാണ്, കാരണം ഹൈബ്രിഡ് ആയിട്ടുള്ള ഇൻവെർട്ടർ. അപ്പോൾ പിന്നെ ഇവരുടെ LED വാളിൽ ഇവരുടെ തന്നെ ഈ കമ്പനിയുടെ തന്നെ പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരവിടെ പരസ്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ താഴെ വേറെ ഓൺ ഗ്രിഡ് അവിടെ ഷോയ്ക്ക് വെച്ചിട്ടുണ്ട്, ഒരു 5 കിലോ വാട്ടിൻ്റെ. അപ്പോൾ ഇത് കണ്ടു. അതുപോലെ തന്നെ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ സൈഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ഡബിൾ സ്ട്രിങ് ആണ്. അപ്പോൾ അതിൻ്റെ ആ ഡിസ്പ്ലേ കണ്ടപ്പോൾ എനിക്ക് വെറൈറ്റി ആയിട്ട് തോന്നി, കാരണം വേറെ ഏതൊരു മോഡൽ ചെയ്തതിൻ്റെ അതേ രീതിയിൽ തന്നെയൊക്കെ തോന്നി എനിക്ക്. അപ്പോൾ അങ്ങനെ ഒരു വെറൈറ്റി ആയിട്ട് അതും കണ്ടു. അപ്പോൾ ഈ ഒരു ബ്രാൻഡ് ഫോം പവർ. ഇനി ഇവരുടെ കയ്യിലുള്ളതെന്ന് പറഞ്ഞാൽ ഇനി ഒരു സോളാർ ഇൻവെർട്ടർ ഉണ്ട്, അതും ഹൈബ്രിഡാണ്. അപ്പോൾ അത് ഇതിൻ്റെ സൈഡിൽ തന്നെ അവർ ഷോയ്ക്ക് വെച്ചിട്ടുണ്ട്, അത് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് അവരുടെ ആ ഒരു പദ്ധതിയും കാര്യങ്ങളൊക്കെ അവരവിടെ വിവരിക്കുന്നത്. നമുക്കിതിൻ്റെ ആ ഒരു ഇൻവെർട്ടർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, അത്യാവശ്യം ക്വാളിറ്റിയും കാര്യങ്ങളുണ്ട്. ഹൈബ്രിഡ് സോളാർ ഇൻവെർട്ടർ ഇതൊക്കെയാണ് അവരിവിടെ ഈ ഒരു ഡിസ്പ്ലേയിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കുറേ ദിവസങ്ങളായിട്ട് എൻ്റെ ഈ ഒരു ചാനലിൽ ഈ ഒരു എക്സ്പോയുടെ ഭാഗമായിട്ടുള്ള വീഡിയോകളാണ് ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. വീഡിയോ കണ്ടതിന് നന്ദി.